UDF-ഉം LDF-ഉം പഴയ നില ഏറെക്കുറെ ആവർത്തിക്കുകയും BJP ഒന്ന് മുകളിലേക്ക് പോയാൽ ഇത് തൃശങ്കുവിലേക്ക് വരുമോ ഇല്ലയോ? അതിനുള്ള സാധ്യത കാണുന്നു. അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഇതിനകത്തുനിന്ന് ആരുടെ LDF-ഉം UDF-ഉം ഏകദേശം നെക്ക് ടു നെക്ക് ആയിരിക്കും നിൽക്കുക. കാരണം 42, 51 കുറച്ച് മെച്ചപ്പെട്ടാലും LDF-ൻ്റെ നില മെച്ചപ്പെട്ടാൽ UDF വളരെ താഴെ പോകേണ്ടി വരും. വളരെ താഴെ പോകുന്നതൊന്നുമില്ല. അപ്പോൾ BJP ആരുടെ വോട്ടാണ് പിടിക്കുക? അപ്പോൾ BJP പിടിക്കുന്ന വോട്ട് ആരുടെയാണെന്നുള്ളതാണ് കൃത്യമായ ഒരു പ്രശ്നം. ഷിയാറത്തിലെ വട്ടം, അതായത് 2010 കോർപ്പറേഷൻ്റെ ഘടന ഇങ്ങനെയാണ്. ഏവരും ഉറ്റുനോക്കുന്ന സുപ്രധാനമായൊരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം. എത്രയോ കാലമായിട്ട് LDF കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു കോർപ്പറേഷനാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരൊറ്റ അക്കത്തിനാണ് താങ്കൾ അവിടെ ഭരണത്തിലേറിയത്. ഇപ്പോൾ BJP SNDP ഫാക്ടർ ശക്തി ആർജിച്ചു വന്നിരിക്കുകയാണ്. ഇവിടെ ചില അട്ടിമറികൾ നടക്കുമോ? BJP SNDP ഫാക്ടർ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് എല്ലാവരും കരുതിയിരുന്നു. പക്ഷേ അതിപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ കപ്പിത്താൻ തന്നെ പറഞ്ഞു ആ കപ്പൽ മുങ്ങാൻ പോവുകയാണ്. അത് വേണ്ടത്ര ആലോചനയില്ലാതെ നമ്മൾ അദ്ദേഹത്തിനെ കപ്പിത്താനായിട്ട് ഇതുവരെ BJP സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചിട്ടില്ലല്ലോ. ഇവരംഗീകരിച്ചില്ലെങ്കിലും കേന്ദ്ര നേതൃത്വം അമിത്ഷായും നരേന്ദ്രമോദി അംഗീകരിച്ചിട്ടുണ്ട്. അവർ വിളിച്ചു വരുത്തിയാണ് അദ്ദേഹത്തെ ഇതല്ല, ഇവരോട് പറഞ്ഞിട്ടില്ല. ഇവിടെ അങ്ങനെ ഒരു BJPക്ക് ഒരു മുൻകൈയോടുകൂടി ഒരു ഭരണം വരുന്നെങ്കിൽ അതിന്റെ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി ആയിരിക്കുമെന്ന് ഉറപ്പ് കൊടുത്താണ്. മാധ്യമങ്ങളാണല്ലോ ഞാൻ ഈ പറഞ്ഞതിലേ, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ അസസ് ചെയ്യുമ്പോൾ അപ്പുറത്ത് ഇപ്പുറത്ത് രണ്ട് വരും, ഇവിടെ നിന്ന് അപ്പുറത്ത് രണ്ട് പോകും എന്നുള്ളതല്ല. ഇന്ന് ഈ പോളിങ്ങിന് പോകുന്ന ആളുകളുടെ മുമ്പിലുള്ള സജീവ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നരേന്ദ്രമോദി ജയിച്ച വാരാണസി മണ്ഡലത്തിൽ 58 സഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നിട്ട് 8 കിട്ടിയുള്ളൂ. താങ്കൾക്ക് ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്കത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആ കാർഡ് അവിടെ തയ്യാറാക്കുന്നുണ്ട്. അത് വരും. പക്ഷെ നമുക്ക് രണ്ടാമത് ഇവിടത്തെ എടുത്താൽ ഇവിടെ വെള്ളാപ്പള്ളിയാണ് മുഖ്യമന്ത്രിയായി വരുന്നതെന്ന് പറഞ്ഞ് ഫോക്കസ് ചെയ്തോടുകൂടി അതിനെതിരായി ശക്തിയായി ചിന്തിക്കുന്ന ഒരു വിഭാഗം പാർട്ടി അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത് തിരുവനന്തപുരത്ത് SNDP ഇല്ലാതെ തന്നെ BJP ഒരു റിസർജന്റ് ആയിരുന്നു. അതായത് പല പ്രാവശ്യവും BJP ആ ഒരു ഘട്ടം നിലനിർത്താൻ കഴിഞ്ഞോ? അതിൽ അജിത്ത് പറഞ്ഞ പോലെ പ്ലസ് സംഭവിച്ചോ അതോ മൈനസ് സംഭവിച്ചോ? അല്ല, BJPക്ക് ഒരു മൈനസ് സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. ഞാൻ പറയുന്നില്ല. ഒരു കാരണവശാലും BJP തിരുവനന്തപുരം നഗരസഭയുടെ പ്രവർത്തനത്തിൽ മൈനസിലേക്ക് വരില്ല. പക്ഷേ അവർക്ക് വളരുന്നതിനൊരു പരിധിയുണ്ട്. ഇത് കേരളമാണ്, കേരളത്തിൻ്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം. BJP ഇനി എത്ര കൊണ്ട് വളർന്നാലും രാജേട്ടൻ മത്സരിക്കുന്നിടത്ത് കുറച്ച് പ്രയോജനങ്ങളൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ എല്ലാവരും രാജേട്ടന് മത്സരിക്കാൻ പറ്റുമോ? അപ്പോൾ BJPക്ക് എത്ര വളർന്നാലും അങ്ങേ അറ്റം പോയാൽ 1-2 സീറ്റ് കൂടെ അവർക്ക് ആദ്യം, അതായത് 6 എന്നുള്ളത് 7 ചിലപ്പോൾ 8 അതിനപ്പുറം ഒരു വളർച്ചയെ പറ്റി കുമാർ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന പുതിയ മാറ്റത്തിൻ്റെ ഭാഗം അറിയുന്നില്ല. ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭരണം ഞാൻ മേയറെ ഇരുത്തിക്കൊണ്ട് പറയുന്നത് ശരിയല്ല. എനിക്ക് വലിയ ബഹുമാനമുള്ള ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ എങ്കിൽ പോലും 100 വാർഡിൻ്റെയും മുമ്പിൽ ചവറ് കൂനകൾ നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ ഈ ടെക്നോ പാർക്കിൽ സ്ഥിരം പോകുന്ന ആളാണ്, പലരുമായിട്ടും ബന്ധമുള്ള ആളാണ്. ടെക്നോ പാർക്കിന്റെ ഒരു വാർഡിനകത്ത് നിറഞ്ഞ് കൂനയാ, ചവർ. അതായത് കോർപ്പറേഷനിലെ ഇടതുപക്ഷ ഭരണത്തിനെതിരായിട്ടൊരു വികാരം തീർച്ചയായിട്ടും UDF ഭരിക്കും. BJPക്ക് ഒരുപാട് പരിധി അവർ പല സംസ്ഥാനങ്ങളിലും നിശ്ചയിച്ചിട്ടുണ്ട് നേരത്തെ, ജമ്മു കാശ്മീർ അടക്കം. അവിടെ ഇപ്പോൾ BJP ഭരിക്കുകയാണ്. കേരളത്തിൽ BJPക്ക് പരിധി ഉണ്ടെന്നൊക്കെ ജമ്മു കാശ്മീർ ആരോടൊപ്പം ആവട്ടെ. അതായത് കോൺഗ്രസിന് ഞാനൊരു പരിധി വെച്ചിരുന്നു, അതായത് 150 സീറ്റ് അത് 42 ആയി. അതുകൊണ്ട് കോൺഗ്രസ് BJPക്ക് പരിധി വെച്ച സംസ്ഥാനങ്ങളിലൊക്കെ അന്നത്തെ നടന്ന ചർച്ചയിൽ, കോൺഗ്രസ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന ചർച്ചയിൽ കോൺഗ്രസ് ഇത്രയും ആരെങ്കിലും പ്രതീക്ഷിച്ചു? അല്ല, ഞാൻ കഴിഞ്ഞില്ല. കോൺഗ്രസ് പരിധി നിശ്ചയിച്ച സംസ്ഥാനങ്ങളിലെല്ലാം BJP ആ പരിധിയെല്ലാം കടന്ന് വളരെ മുന്നോട്ട് പോയി. കോൺഗ്രസ് അവർ പോലും പ്രതീക്ഷിക്കാത്ത പരിധിയിലേക്ക് താന്നു. കേരളത്തിൽ അത് സംഭവിക്കില്ല എന്നൊന്നും പറഞ്ഞ് ശൂരനാട് രാജശേഖരൻ തൽക്കാലം ആശ്വസിക്കാം. പക്ഷേ അതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. മറ്റൊന്ന്, അരുവിക്കര തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഇവിടെ നിന്ന് ചർച്ച ചെയ്തു. അന്നും ഇതുപോലൊരു കക്ഷി എവിടെയൊക്കെ പോയി പരീക്ഷണങ്ങളൊക്കെ നടത്തി, അന്വേഷണമൊക്കെ നടത്തി, റിപ്പോർട്ടെന്ന് പറഞ്ഞൊന്ന് വായിച്ചു.
അന്ന് നിങ്ങൾ ബി ജെ പി 22,000 വോട്ട് കുമാർ ബി ജെ പി കൊടുത്തേക്കാൾ വോട്ട് ഞാൻ ബി ജെ പി 22,000 വോട്ടാണ് നിങ്ങൾ ബി ജെ പിക്ക് കൊടുത്തു. ഞാൻ സാക്ഷിയാണ്. 22,000 വോട്ടാണ് ഞാൻ കൂടുതൽ ഞാൻ പറഞ്ഞു. ഞാൻ 40,000 പറഞ്ഞു, ഇത് 22,000 പറഞ്ഞു. 40,000 പറഞ്ഞിരുന്നു. ഞാനാ പറഞ്ഞ 40,000, 22,000 പറഞ്ഞു. അല്ല പോട്ടെ, അത് വിഷയമല്ല. അതുകൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഒന്നും അല്ല സത്യം. അത് ഞാനൊന്നും പറയുന്നില്ല. ഇപ്പൊ ഏറ്റവും വലിയ പ്രതിസന്ധി ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് LDF ആണ്. എന്തെല്ലാം പറഞ്ഞാലും ശരി. നിങ്ങൾക്കറിയോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തകർ പോലും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കാൻ തയ്യാറായില്ല. അത്ര ആത്മധൈര്യം പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല. കോട്ടയ്ക്കകം വാർഡിൽ, ഞാൻ എൻ്റെ അയൽ വാർഡായതുകൊണ്ട് പറയുക, അവിടെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറോ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള സജീവ പ്രവർത്തകൻ, അയാൾ മത്സരിച്ച ശങ്കടയാളത്തിൽ. അല്ല, ബി ജെ പി മത്സരിച്ചില്ല അവിടെ. ബി ജെ പി അല്ല, അയാൾ ബി ജെ പി മെമ്പർ ഒന്നുമല്ല, ഞാൻ പറഞ്ഞത് ഒരു ലോക്കൽ ബി ജെ പി എപ്പോഴും താമരയിൽ നിൽക്കുന്ന ഒരു വാർഡ്, എന്നിട്ട് അവിടെ പോലും താമര പ്രദർശിപ്പിച്ചാൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം നിൽക്കുന്ന വാർഡ്, ക്ഷേത്രങ്ങളുടെ ഒരു കേന്ദ്ര ബിന്ദു, അവിടെ പോലും താമര പ്രദർശിപ്പിച്ചാൽ തിരിച്ചിട്ടുണ്ടാന്ന് പേടിച്ച് അവസാനം പിന്നെ മണിയിലാണ് നിന്നത്. അല്ല, ആന്റണി രാജുവിന് അത്രയൊക്കെ താല്പര്യം കോട്ടയ്ക്കാൻ വാർഡിലെ ബി ജെ പി ഉള്ളതെന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട്. പക്ഷെ പ്രശ്നം എനിക്കുള്ള താല്പര്യമില്ല. നിങ്ങള് CPM പറഞ്ഞുകൊണ്ട് ഞാൻ CPM സ്വതന്ത്രമായി മത്സരിച്ചതല്ല ഞാൻ പറഞ്ഞത്. രാജു, ഞാൻ അതല്ല പറഞ്ഞത്. CPM പ്രവർത്തകൻ, CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ, ഞാൻ നന്നായി അറിയുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാൾ പാർട്ടി മെമ്പറാണ്, ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയോ മെമ്പർ. അദ്ദേഹം ശങ്കടയാളത്തിൽ മത്സരിച്ചതിനെ തിരുവനന്തപുരം നഗരസഭ മാത്രമല്ല. ഞാൻ വിജയകുമാർ എന്ന് പറഞ്ഞ ഒരു പാർട്ടി മെമ്പർ, വിജയമോഹൻ എന്ന് പറഞ്ഞ ആൾ പാർട്ടി മെമ്പർ ശങ്കൽ മത്സരിച്ചെന്നുള്ള ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എങ്ങനെയാണെന്നറിയുമോ, അയാൾ ആ സീറ്റ് നമുക്കുള്ള അല്ല, ജനതാദളിന് കൊടുത്തു. ജനതാദളിന് കൊടുത്തപ്പോ അവർക്ക് സ്ഥാനാർത്ഥി ഇല്ല. അപ്പൊ ഞങ്ങളുടെ ഒരാള് അല്ല, വേറെ മനസ്സില്ല ഇല്ല, ഞങ്ങൾ അവർക്ക് ജനതാദളിന്റെ ടിക്കറ്റ് മത്സരിക്കാനല്ല പോയത്. അവിടെ ഞങ്ങൾ എടുത്തത് ബ്രാഹ്മിൻസ് ഉള്ളെടുത്ത് ആ പത്മനാഭ സ്വാമി ക്ഷേത്രം നിൽക്കുന്നത് അരിവാളും ചുറ്റിയും കൊണ്ട് പോയാൽ ഞങ്ങൾ ും അക്കാര്യത്തിൽ ഞങ്ങൾ എടുക്കും. അതേസമയം SDPയോ വെൽഫെയർ പാർട്ടിയോ അതുപോലുള്ള മുസ്ലിം തീവ്രവാദികളെ കൂട്ടുപിടിക്കില്ല. BJP തോൽപ്പിക്കാൻ ഇതേപോലെ അവിടെയുള്ള മതേതര ശക്തികളെ ഈ ചർച്ചയില് വളരെ സത്യസന്ധമായി ശ്രീ ആരത്തലവട്ടം പറഞ്ഞു. അതായത് ആ വാർഡിന്റെ ഘടന വെച്ചിട്ട് അത് ശരിയല്ല. ഞാൻ പറയാം ഒരു ചെറിയ അല്ല, 96-ല് ഞാൻ നിയമസഭയിൽ മത്സരിച്ചപ്പോൾ എന്റെ കൂടെ പാർലമെന്റിൽ മത്സരിച്ചത് അരിവാൾ നെൽക്കതിരിൽ പിന്നെ KV സുരേന്ദ്രനാഥ് ആ വാർഡിൽ ലീഡ് ചെയ്തു. അതല്ല, അതൊരു വാർഡിൽ മാത്രം ലീഡ് ചെയ്തു. വാർഡിൽ മാത്രം രാജഗോപാലിന്റെ റിസൾട്ട് വെച്ച് BJP വിലയിരുത്തുന്നില്ലല്ലോ ഇപ്പൊ. അല്ലല്ല, നമ്മളെ ഒരു സെക്കൻഡ്, ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരുടേതായ സ്ട്രാറ്റജി. പക്ഷേ സത്യസന്ധമായി പറഞ്ഞു എന്നുള്ളത് അയാൾക്ക് എങ്ങനെ പാർട്ടിക്കാരാണെന്ന് പറയുന്നത് ആനന്ദലോട്ടൻ സഖാവ് എവിടെയെങ്കിലും ഞാൻ ചോദിക്കട്ടെ, അവിടെ അരിവാൾ ചുറ്റിക മത്സരിച്ചാൽ തോറ്റുകൊണ്ട് ഞാൻ മണിയിൽ നിൽക്കാതെ സാധാരണ മെമ്പർക്ക് അയാൾക്ക് പ്രവർത്തിച്ചൂടെന്നാ നിങ്ങൾ പറയാ. ഘടകകക്ഷികളോട് CPM എടുക്കുന്ന സമീപനം മനസ്സിലായല്ലോ. മലപ്പുറത്ത് മുസ്ലിം ലീഗിന് പട്ടികവർഗ സീറ്റിൽ രാമനെ കൊണ്ടുവന്ന് നിർത്തുന്ന അത് അയാൾ മുസ്ലിം ലീഗാണ്. ഞാൻ പറഞ്ഞേ അല്ല, ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗ് ആക്കി പോട്ടെ. അടുത്ത് നമുക്ക് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ഒരുപക്ഷെ നമ്മൾ തിരുവനന്തപുരത്ത് കടന്ന് കളിക്കുകയാണ്. ഇനി ഒരുപാട് ജില്ലകളുണ്ട്. തിരുവനന്തപുരം വരൂ. തിരുവനന്തപുരത്തെ സ്വാഭാവികമായിട്ട് തിരുവനന്തപുരം ജില്ലയിലെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതായിട്ടാണ് ഞങ്ങൾ അനുമാനിക്കുന്നത്.
എൻ്റെ നഗരം സുന്ദര നഗരം, അതായത് തിരുവനന്തപുരം നഗരത്തിൻ്റെ തർക്കമില്ലല്ലോ ശിവനാട്, തർക്കമില്ല. ഓക്കെ. 2, മാലിന്യ സംസ്കരണം. താങ്കൾ പറഞ്ഞ കാര്യമാണ്, ഇവിടെ ഏവരും ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. തെരുവ് നായ പ്രശ്നം. ചന്ദ്രിക സ്വാഭാവികമായിട്ടും എന്നോട് യോജിക്കും. വിഴിഞ്ഞം പദ്ധതി ജെയിംസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫേവറേറ്റ് പദ്ധതിയാണ്. ജെയിംസ് തിരുവനന്തപുരത്തുകാരുടെ അടുത്ത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം ഉപയോഗം വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ്. വിലക്കയറ്റം ഷിയാരത്തലവട്ടം ഏറ്റവും കൂടുതൽ ഊന്നാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. തീരദേശ മേഖല ഒരു പ്രശ്നമാണ്. വിഴിഞ്ഞത്തിന് വേറൊരു വശവും കൂടിയുണ്ട്. ലത്തീൻ മേഖലയിൽ ചില അസ്വസ്ഥതകൾ അരണ്യരാജ് നേരത്തെ കണ്ടതാണത്. ആ അസ്വസ്ഥത അവിടെ നിലനിൽക്കുന്നുണ്ട്. കാർഷിക മേഖല, അതോടൊപ്പം തന്നെ മോണോറെയിൽ ഞാൻ പിന്നെ അത് ജനങ്ങൾക്ക് അങ്ങനെ മോഹമൊന്നുമില്ല. വിഷയം വിട്ടുപോയി. പറയും. അതായത് ഈ കോർപ്പറേഷനെതിരെ CPM-ന്റെ നേതാവ് ശ്രീ വി ശിവൻകുട്ടി ഉന്നയിച്ച അഴിമതി അത് വന്നിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട വിഷയമല്ലേ? ചേർക്കട്ടെ. പിന്നെ അതും കൂടെ ചേർത്തു. ഓക്കെ. ഇത്രയും വിഷയങ്ങളാണ്. അപ്പം ഈ വിഷയങ്ങളുടെ മുകളിൽ തർക്കമൊന്നുമില്ലല്ലോ. അല്ല, ഇത്രയും പറഞ്ഞോണ്ടേ ശിവൻകുട്ടിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു പോസിറ്റീവായിട്ട് കാര്യമുണ്ട്. ശിവൻകുട്ടി ഇന്ന് പറഞ്ഞിരിക്കുന്നത് 50-ലേറെ സീറ്റ് കോർപ്പറേഷനിൽ CPM-ന് കിട്ടിയില്ലെങ്കിൽ 2 പവൻ സ്വർണ്ണം ഒരു ചാനലിൽ കൊടുക്കാന്ന് ശിവൻകുട്ടി പ്രഖ്യാപിച്ചു. അല്ല, ഒരു സെക്കൻഡ്. അങ്ങനെയാണ് ആന്റണിരാജു ഇപ്പോൾ UDF-ന് 50-ൽ ഏറെ കിട്ടിയില്ലെങ്കിൽ 4 പവൻ തരാന്ന് പറയും. അതിപ്പോ കൈരളിക്ക് കൊടുക്കേണ്ടി വരും. ധൈര്യം പിന്നെ ആന്റണിരാജു. ഞാൻ അങ്ങനെ ഈ 2 പവനും 4 പവനും കൊണ്ട് നടക്കുന്ന ആളല്ലല്ലോ. കൊടുക്കരുത്, പറഞ്ഞുകളാ. അത് വേണ്ട. ഒരു മുക്ക് കൊണ്ടെങ്കിലും കൊടുക്കും. നമ്മൾ അത് പോരല്ലോ, 2 പവൻ പോരല്ലോ അങ്ങനെ കിട്ടിയാൽ. കാരണം 20 വർഷമായിട്ട് CPM ഇടതുപക്ഷ നമ്മൾ ഇതൊക്കെയാണ് വിഷയങ്ങള്. ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ സ്ഥിതിവിവര കണക്കുകളാണിത്. നഗരസഭ 4 നഗരസഭയാണുള്ളത്. അതിൽ 2-2 ആയിട്ടാണ് UDF-ഉം LDF-ഉം പങ്കുവച്ചത്. BJP കുമാറിന്റെ പാർട്ടിക്ക് ഒന്നും കിട്ടില്ല അവിടെ. ഇക്കുറി കിട്ടാനുള്ള സാധ്യതയും ഞാൻ കാണുന്നില്ല. കിട്ടാനുള്ള സാധ്യത ഉണ്ടോ? ഇല്ല. ഓക്കെ. കുമാർ അങ്ങനെയാണ്, വളരെ പ്രാക്ടിക്കലായിട്ട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇപ്പൊ കുമാറിന്റെ ഒരു ലക്ഷ്യമുള്ളൂ, തിരുവനന്തപുരം കോർപ്പറേഷനെ ആരെയും ഭരിപ്പിക്കാതിരിക്കുക. അല്ലേ? അതല്ലേ? അല്ലല്ല, അങ്ങനെയുള്ള ലക്ഷ്യമൊന്നും. CPM-ഉം കോൺഗ്രസും കൂടി ഭരിക്കുന്ന അവസ്ഥ ഉണ്ടാവുമെന്ന് സംശയിക്കണം. BJP-ക്ക് എത്ര സീറ്റാണ് താങ്കൾ കാണുന്ന കോർപ്പറേഷനിൽ? കോർപ്പറേഷനിൽ ഏതാണ്ട് 12 മുതൽ 15 സീറ്റ് വരെ വരാം. 12 മുതൽ 15 വരെ സീറ്റ്. അല്ലെ, 12 വരെയാണ് ഞാൻ പറഞ്ഞത്. വേണമെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടും. അടിസ്ഥാനത്തിൽ മാറി. ജില്ലാ പഞ്ചായത്ത് ഒരു പക്ഷേ LDF-ന് നഷ്ടപ്പെട്ട ചെറിയൊരു ഇതിൽ നഷ്ടപ്പെട്ടതാണ്. ഷിയാരത്തലവട്ടം നഷ്ടപ്പെട്ടു പോയ, വേണമെങ്കിൽ കിട്ടേണ്ടിയിരുന്നൊരു പിന്നെ ജില്ലാ പഞ്ചായത്തായിരുന്നു. 2 അക്കത്തിൻ്റെ വ്യത്യാസത്തിലാണ് ജില്ലാ പഞ്ചായത്ത് LDF-ന് വിട്ടത്. ബ്ലോക്ക് പഞ്ചായത്ത് LDF 5, UDF 6, ഗ്രാമപഞ്ചായത്ത് LDF 34, UDF 39. ഏറെക്കുറെ UDF-ന് ശ്രദ്ധേയമായിട്ടുള്ള നേട്ടം കൊയ്യാൻ കഴിഞ്ഞ ഒരു ജില്ലയാണ് തിരുവനന്തപുരം. 2010 ആവർത്തിക്കുമെന്ന് തോന്നുന്നുണ്ടോ അജിത്തെ? 2010 ഈ കണക്ക് കാണുമ്പോൾ? അല്ല, 2010 UDF-ന്റെ അപ്രമാദിത്വം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നില്ല. കാരണം BJP തേർഡ് ഫ്രണ്ട് എന്തായാലും നില മെച്ചപ്പെടുത്തും. പിന്നെ ഒരു LDF-ന് അനുകൂലമായ ഘടകങ്ങൾ, ആൻറ്റി എൻകംബൻസി ഫാക്ടർ ഉണ്ട്. സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ തൊട്ടും ഉണ്ടായ ബാർക്കോഴയിലെ ഡെവലപ്മെൻറ്റ് ആൾക്കാർ മറന്നിരുന്നതാണ്. അപ്പോൾ ബാർക്കോഴ വീണ്ടും ഡെവലപ്പ് ചെയ്ത് വരുന്നു. അതിൽ വീണ്ടും ചർച്ചാവിധേയമാകുമ്പോൾ ആൾക്കാർ ഡിഫെൻസീവിലാവും UDF-കാർ. അതുകൊണ്ട് ഈ 2-3 ഈ ഫാക്ടേഴ്സ് വെച്ചിട്ട് സ്വാഭാവികമായി LDF-നൊരു പ്രയോജനം അക്കൂട്ടത്തിൽ അതായത് കോർപ്പറേഷൻ LDF ഭരിക്കുമോ എന്നല്ല, പൊതുവെ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. കേരളം ഒരു അർബനൈസ്ഡ് വില്ലേജ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് കോർപ്പറേഷനിൽ വലിയ പ്രബുദ്ധരും അങ്ങനല്ല, എല്ലാവരും പൊളിറ്റിക്കലി പോളറൈസ്ഡ് ആണ്. അതുകൊണ്ട് കേരളത്തിൽ ട്രെൻഡ് ഉണ്ടാകുകയാണെങ്കിൽ ഏത് കാലത്ത് നോക്കിയോ ട്രെൻഡാണ് കേരളത്തിൽ ഉണ്ടാകുക. ഓക്കെ. ഷിയാരത്തലവട്ടം തിരുവനന്തപുരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ്. ഒരു പക്ഷേ ഇവിടെ ആര് ഭരണത്തിലേറണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു ഡിസൈസീവ് സേ ഉള്ളതാണ്. തിരുവനന്തപുരത്ത് നിങ്ങൾ നിലം മെച്ചപ്പെടുത്തുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതെ, ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJP-യുടെ നേതൃത്വത്തിൽ ശ്രീ രാജഗോപാലിനെ മേയറാക്കി കൊണ്ടുവരിക എന്നൊരു കാഴ്ചപ്പാട് കേന്ദ്ര BJP-ക്ക് ഉണ്ടായിരുന്നു. രാജഗോപാലിനെ മേയറാക്കാൻ. അപ്പം BJP-ക്ക് കഴിഞ്ഞ തവണ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 60-63 സീറ്റ് കിട്ടി. ഇവിടെ
അത് വെച്ചുകൊണ്ട് അത് വെച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് മെമ്പറാണോ അല്ല ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞല്ലേ പത്ര റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചല്ല ദേശാഭിമാനി വായിച്ചിട്ടോ ഈ കാര്യം ഈ അജിത്തും ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. രണ്ടുപേരും എഴുതിയിരുന്നു. അതെ ഞാൻ ശിവ രാജഗോപാലിനെ മേയറിൽ സ്ഥാനാർത്ഥിയാക്കി നിലനിർത്തിക്കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിമുറുക്കണമെന്ന് BJP ആഗ്രഹിക്കുന്നു. ഞാൻ സെക്രട്ടേറിയറ്റ് മെമ്പർ ആയതുകൊണ്ടല്ല ഈ ഈ പത്രക്കാരുടെ ദുസ്വാധീനത്തിൽ അദ്ദേഹം പെട്ടുപോയി. അപ്പൊ അതിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ തന്നെ അതുപോലെ അതിന് പറ്റിയ യോഗ്യര രാജഗോപാൽ പോട്ടെ. പക്ഷെ കുമാർ അത് വളരെ ഞാനത് ചോദിക്കാം. അതായത് സാധാരണ രീതിയിൽ ഇപ്പോൾ എല്ലാം ഒരു പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നുപോയി. ഇലക്ഷൻ ഉദാഹരണം തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ ആരായിരിക്കണം മേയർ എന്നുള്ളൊരു കൺസെപ്റ്റ് വേണം, ഇല്ലേ ആന്റണി രാജു? ഒരു കാഴ്ചപ്പാട് അങ്ങനെ വന്നു തുടങ്ങി. പണ്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ ആ ഒരു കാഴ്ചപ്പാടിന്റെ ഘട്ടം എത്തിയപ്പോൾ BJP ഒന്ന് ഇടറി എന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല, രാജേഷിനെ നിർത്താൻ പറഞ്ഞു, ഓരോരുത്തരുടെ പേര് വന്നു, പക്ഷെ അവസാനം ആരും വന്നില്ല. പിന്നെ അന്തരീക്ഷം മോശമാണെന്ന് കണ്ട് BJP തീരുമാനിച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഒരു കൺഫ്യൂഷനും BJP ലളിതമായിട്ടാണ് കുമാർ പറയുന്നത്. അല്ല, പത്രങ്ങളിൽ പിന്നാലെ അവിടെ BJP ആദ്യമേ തന്നെ ഇവിടെ അത് ക്ലച്ച് പിടിക്കില്ല എന്ന് മനസ്സിലാക്കി. നമുക്ക് ഒരു ഫാക്ടർ കൂടെ പരിശോധിക്കണം. അതായത് തിരുവനന്തപുരത്ത് ഇപ്പം ഇതെല്ലാം പറയുമ്പോഴും BJP SNDP സഖ്യം, ആന്റി ഇൻകംപൻസി, ചന്ദ്രിക മാഡത്തിനെതിരെയുള്ള എതിർപ്പ്, നായക്ക് അനുകൂലമായിട്ടുള്ള പ്രതിഷേധം, അങ്ങനെ ഒരുപാട് സാധനം വരുന്നുണ്ട്. പക്ഷേ അതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട ഘടകം ഞാൻ കാണിക്കാൻ വരും. തിരുവനന്തപുരത്ത് കോൺഗ്രസിന് 15ഓളം വിമതർ. അവിടെയാണ് പ്രധാനം. അതാണ് പ്രധാനം. അല്ല രാജു, വളരെ പ്രധാനം. 100 വാർഡുകളിൽ 15 സ്ഥാനങ്ങളിൽ കോൺഗ്രസിന് വിമതർ. അല്ല, UDFന് എന്തെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടാവുമെങ്കിൽ അതിന്റെ പ്രധാന കാരണം ഇത് തന്നെയായിരിക്കും. മറ്റൊന്ന്, ഈ വിമതർ വന്നിരിക്കുന്നത് കോൺഗ്രസിന് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലാണ്, വാർഡുകളിലാണ്. അതാണ് പ്രധാനം. അപ്പൊ ജയസാധ്യതയുള്ളത് പോവുക, UDFന് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ. ശൂരനാണ് ഇവിടെയാണ് താങ്കൾ പറയുന്നത്. അതായത് ശ്രീ ആനത്തല, ഞാൻ ഇതിൽ ചർച്ചയ്ക്ക് ഒരു സമഗ്രത വരാൻ വേണ്ടിയിട്ടും വ്യക്തത വരാൻ വേണ്ടിയാണ്. അതായത് 100 വാർഡിൽ 15. ഇത് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചോളം കുറവാണെന്ന് എന്റെ അഭിപ്രായം. കുറവാണ്. ഒരു കുമ്പസാര നടത്തുകയാണെങ്കിൽ ഈ 15 റിബൽമാര് ഒരുപക്ഷെ കോൺഗ്രസിന്റെ സാധ്യതകളെ വല്ലാതെ ബാധിക്കില്ലേ? മേ ബി, തീർച്ചയായിട്ടും. തെരഞ്ഞെടുപ്പിന് നമ്മൾ അല്ലെന്ന് പറയാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ ശ്രീ ആനത്തല വട്ടത്തിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സീറ്റ് ഉണ്ട് ഇവിടെ, വാർഡുണ്ട്, കുന്നുകുഴി. AKG സെന്ററിൽ ഇരിക്കുന്ന വാർഡാണ്. എപ്പോഴും ശ്രീ ചന്ദ്രിക മാഡത്തിന്റെ പാർട്ടി തോൽക്കുന്നതാണ്. അവിടെ വേണമെങ്കിൽ 3 വോട്ട് തോറ്റേ അവിടെ ഒരു കോൺഗ്രസ് റിബൽ വന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. കഴിഞ്ഞ തവണയും കോൺഗ്രസിന് റബൽ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ മുമ്പിൽ തവണ AK സെന്ററിൽ ഇരിക്കുന്ന വാർഡ് വിജയിച്ചിട്ടുള്ള അത് ജയിച്ചു. തിരുവനന്തപുരത്തെ കുന്നുകുഴി വാർഡിൽ മുതിർന്ന നേതാവായിട്ടുള്ള ശൂരനാട് അറിയാവുന്ന, അതായത് കുന്നുകുഴി സുരേഷും പേരൂർക്കട വാർഡിൽ യുവനേതാവായ രാജേഷ് മണ്ണാമുലയും പാർട്ടി നടപടികളെ ധിക്കരിച്ചുകൊണ്ട് മത്സരരംഗത്ത് തുടരുകയാണ്. ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട റിബലുകൾ. ഇവരും ചെറിയ ആൾക്കാരല്ല അജിത്തെ. അതായത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ അനുഗ്രഹാശിസുകളുള്ള പ്രധാനപ്പെട്ട ആൾക്കാരാണവർ. ഈ 15 റിബലുകൾ ആന്റണി രാജു ഒരുപക്ഷെ UDFിൽ നിന്ന് വിജയത്തെ തട്ടിമറിക്കാൻ പര്യാപ്തമാണോ അല്ലയോ? തീർച്ചയായിട്ടും. ഈ 15 വാർഡുകളുമാണ് യഥാർത്ഥത്തിൽ UDFിന്റെ ഭരണ ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ പോകുന്നത്. കാരണം ഈ 15 വാർഡുകളിലും വിമതന്മാർ UDFിനെ പരാജയപ്പെടുത്തിയാൽ UDFിന് വലിയ ചന്ദ്രികമാണ്. ഈ 15 റിബലുകളുള്ള ഈ പറഞ്ഞ വാർഡുകൾ, അതിൽ എത്ര വാർഡുകളിലായിരുന്നു കോൺഗ്രസ് ജയിച്ചിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം? ഏറെക്കുറെ കണക്ക് പറയാൻ പറ്റും. 3 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കുന്നുകുഴി ജയിച്ചത്. ഓക്കെ, അപ്പൊ ഏറെക്കുറെ ഞാൻ ചോദിച്ചു, ഈ 15 വാർഡുകളിൽ ഒരു 10ഓ 12ഓ വാർഡുകളിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജയിച്ച വാർഡാ CPI ജയിച്ച വാർഡ് 500 വോട്ടിന്. നമ്മുടെ കൺട്രോൾ റൂം പറയുന്നു ഏറെക്കുറെ ഒരു 75% വാർഡുകളിലും UDF ജയിച്ചിരുന്ന വാർഡുകളിലാണ്, അല്ലെങ്കിൽ UDFിന് ജയിക്കാൻ സാധ്യതയുള്ള വാർഡുകളിലാണ് ഈ വിമതന്മാരുടെ സജീവമായിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ ചർച്ചയിൽ പുതുതായിട്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ SR ശക്തിധരൻ കൂടി പങ്കെടുക്കുന്നു.
പത്രപ്രവർത്തകൻ മാത്രമായിട്ടില്ല, ഒരു ഇടതുപക്ഷത്തിൻ്റെ ശക്തനായിട്ടുള്ള ഒരു വക്താവ് കൂടിയായിട്ടാണ് അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. SRS, നമ്മൾ തിരുവനന്തപുരം ജില്ലയിലൂടെ കടന്നുപോയി തിരുവനന്തപുരത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, വിഷയങ്ങളെല്ലാം അവിടെ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ച് സംസാരിച്ചപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സൂചകമായിട്ട് നമ്മൾ കാണിച്ചത് 15 റിബൽ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യമാണ്. അതായത് കോൺഗ്രസിൻ്റെ ശ്രീ ആന്റണി രാജുവും ശ്രീ ശൂരനാടും ഒരുപോലെ സമ്മതിച്ചു ഒരുപക്ഷെ UDFൻ്റെ കോർപ്പറേഷനിലെ സാധ്യതകളെ അട്ടിമറിക്കാൻ പര്യാപ്തമാകാൻ പോകുന്ന ഒരു ഘടകം അതാണ്. 2, BJPയുടെ അംഗസംഖ്യ എത്രയായിരിക്കും? മുൻ മേയർ ചന്ദ്രിക മാഡം വളരെ ശക്തമായി പറഞ്ഞു നിലവിലുള്ള 6 2 അക്കമായിട്ട് കുറയുമെന്ന്. പൊതുവെ അജിത്ത് ഉൾപ്പെടെയുള്ള മാധ്യമ നിരീക്ഷകർ പറയുന്നു രണ്ടായിട്ട് കുറയും. രണ്ടായിട്ട് അല്ല കേൾക്കുക, 2ലേക്ക് താഴേക്കുന്നു, 2 എന്നുള്ള സംഖ്യയിലേക്ക് താഴുന്നു. പൊതുവെ ഇവിടെ വന്ന നിഗമനങ്ങൾ 10ന്റെ മുകളിലേക്ക് വേണമെങ്കിൽ BJP പോകാമെന്ന്. കുമാർ അതൊരു 30-40 വരെ പറയുന്നുണ്ട്. എത്ര പറഞ്ഞു കുമാറെ? ആയെന്ന് പറയാത്തത് ഒരു സംഖ്യ പറയാം കുമാറെ. പ്രതീക്ഷിക്കുന്നവർ അല്ല, നിങ്ങളോ ഞാൻ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറം BJP ഏർപ്പാട് കൊള്ളില്ല. ഇന്നലെ ചിലരെയൊക്കെ കൊണ്ട് ബെറ്റ് ഒപ്പിക്കുന്ന കണ്ടായിരുന്നു. അല്ല ഇതിപ്പോ ഇതെന്താ ചൂതാട്ടോ? അതെന്തായാലും ഞാൻ കൊട്ടുന്നില്ല. കോർപ്പറേഷന്റെ ഭരണം പിടിക്കുമോ? അല്ല SRS കാര്യം പറ. കാര്യം പറയാൻ എന്ത് യാതൊരു സംശയവും വേണ്ട. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ LDFന്റെ കയ്യിൽ തന്നെ ആയിരിക്കും. അല്ല, അങ്ങനെയല്ല, ഞാൻ വെറുതെ പറയുന്നൊന്നുമില്ല. ഞാൻ അങ്ങനെ ഹാർഡ് കോറ് ഒന്നുമല്ല, ആദ്യം മനസ്സിലായി. ഇപ്പോഴും അല്ല, നേരത്തെയുമല്ല. അതിന് സാധ്യത ഈ കോൺഗ്രസിന്റെ റിബലിന്റെ ഭാഗത്ത് എന്തെങ്കിലും വരുന്നെങ്കിൽ അല്ലാതെ വേറൊരു സാധ്യതയും കാണുന്നില്ല. ഈ കണ്ട കാലം ഇത്രയും കൊല്ലം ഈ തിരുവനന്തപുരം നഗരസഭയുടെ പരിതാപകരമായ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്താൻ ഇവിടുത്തെ ജനസമൂഹം നിൽക്കത്തില്ലേ? ഇല്ല, അല്ല, നിങ്ങൾക്ക് വേണ്ടി വേറെ ഓർത്ത് നിൽക്കില്ല എന്ന് പറയുന്നത് ഇവിടെ നിൽക്കില്ല. ഒരു മാറ്റത്തിന് പറയുന്നത് പോലെ വീണ്ടും LDFന്റെ കയ്യിൽ നഗരം കിട്ടുമെങ്കിൽ ഈ നഗരത്തിന്റെ ഒരു ദുർവിധി എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, തുടർഭരണ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ ഈ രാജ്യത്തിന്റെ സ്ഥിതി എന്താ? അതിനേക്കാൾ ഗതികേടാ. അതുകൊണ്ടാണ് അതിന്റെ ആളുകളെ ഇവിടെ എന്താ കാരണം വെച്ചാൽ ഏത് കോർപ്പറേഷനാണ് മെച്ചപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളൊരു ചർച്ചയ്ക്ക് ഒരു പ്രസക്തി ഇവിടെ ഇല്ല. എന്താ കാരണം വെച്ചാൽ കോർപ്പറേഷനിലൊക്കെ വിഷയങ്ങൾ സമാനമായിട്ടുള്ള വിഷയങ്ങളാണ്. ഒരുപക്ഷെ ഒരു കോർപ്പറേഷന്റെ ഫൈനാൻസ് വെച്ചിട്ടൊന്നും ഇന്നത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. മേയർ ചേച്ചി പറയായിരുന്നു, ചേച്ചിക്കെതിരെ ബ്രിട്ടാസിനോട് ഉറക്കെ പറയാനുള്ള ശബ്ദക്കുറവ് പ്രചരണ രംഗത്ത് നിന്ന് വന്നതാണ്. ഒരു അഴിമതി ആരോപണം ഇല്ലെന്ന് പറയായിരുന്നു. അതിന് എന്താ മറുപടി പറയും? അത് പറയട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ വിജിലൻസ് എൻക്വയറി അല്ലേ? ഒരു വിജിലൻസ് പറയട്ടെ ശിവൻകുട്ടി പറഞ്ഞ എന്താ, ഒരു വിജിലൻസ് എൻക്വയറി ഈ തലസ്ഥാന നഗരസഭയ്ക്കെതിരായിട്ടോ മേയർക്കെതിരായിട്ടോ വന്നിട്ടില്ല. പറയട്ടെ, ഒരു അഴിമതി ആരോപണം വന്നിട്ടില്ല. ഒരു പ്രാവശ്യം പോലും അവിശ്വാസ പ്രമേയം വന്നിട്ടില്ല. മേയർക്കെതിരായിട്ടോ ഭരണസമിതിക്കെതിരായിട്ടോ വന്നിട്ടില്ല. ശിവൻകുട്ടി പറഞ്ഞത് സർക്കാർ നിയമിക്കുന്ന ഉദ്യോഗസ്ഥർ, കോഴ കൊടുത്ത് സർക്കാർ നിയമിക്കുന്ന ഉദ്യോഗസ്ഥർ ടൗൺ പ്ലാനിങ്ങിൽ വന്നിരുന്ന് അഴിമതി കാണിക്കുന്ന കാര്യമാണ്. എന്തായാലും ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ സൃഷ്ടിച്ചോ? അതാണ് പറഞ്ഞത് പുള്ളി. വളരെ പക്ഷേ വളച്ചൊടിക്കാൻ ആണിരാജിന്റെ കോൺട്രാക്ടർമാരും കൗൺസിലർമാരും ചേർന്ന് അഴിമതി നടത്തുന്നു പറഞ്ഞത് മാറ്റിയിട്ട് കാര്യമുണ്ടോ? ശിവൻകുട്ടിയുടെ പ്രസ്താവന വളച്ചൊടിച്ചതാണോ അതെയോ ശിവൻകുട്ടി പറഞ്ഞ ചെറിയ പാളിച്ച ഉണ്ടായിരുന്നു? എന്തായിരുന്നു ശിവൻകുട്ടി പറഞ്ഞത്? വളച്ചൊടിച്ച ശിവൻകുട്ടി ഈ ഭരണത്തിന്റെ ഈ കോർപ്പറേഷൻ ഭരണാധികാരികളുടെ അഴിമതിയെ കുറിച്ചല്ല പറഞ്ഞത്. അല്ല, അവിടെയുള്ള അഴിമതിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, കൗൺസിലർമാരെന്താ മോശമായിരുന്നു? അതെന്നെ ശിവൻകുട്ടിയും പറഞ്ഞത്. നമുക്ക് അല്ല ഒരു കാര്യം വിട്ടാസേ, ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സംവിധാനം വന്നോടെ ഈ കൗൺസിലർ പഞ്ചായത്ത് മെമ്പർമാര് പറഞ്ഞിട്ടെ അവരൊപ്പിട്ടെങ്കിൽ മാത്രമേ ബില്ല് പാസ്സാവൂ എന്ന സംവിധാനം വന്നതോടെ ഭൂരിപക്ഷം അഴിമതി സാർവത്രികമാക്കി എന്നുള്ളത് സത്യമാണ്. ഓക്കെ, നമ്മള് കൊല്ലത്തേക്ക്, ശൂരനാട് വളരെ വേണ്ടപ്പെട്ട ഒരു ജില്ലയിലേക്ക് വരുന്നു. കൊല്ലത്തിന്റെ പെർസെൻറ്റേജ് നോക്കുക. 60 2010 74 74 നിലനിൽക്കുന്നു. വേണമെങ്കിൽ അല്പം കൂടിയേക്കാൻ വേണമെങ്കിൽ, അല്ലേ? ക്യൂ നിൽക്കുന്ന ആൾക്കാരും 2010. ഇനി 2010 എന്തായിരുന്നു കൊല്ലത്ത്? ശൂരനാട് നന്നായിട്ട് അറിയാവുന്ന കണക്കാണ്. പക്ഷെങ്കിൽ പോലും കോർപ്പറേഷൻ ഒന്നേ ഉള്ളൂ. ഒരു കോർപ്പറേഷൻ 28 സീറ്റ്. തിരുവനന്തപുരത്ത് സംഭവിച്ചു പോലെ തന്നെ സംഭവിച്ചു. 28 വാർഡുകളിൽ LDF, 27 വാർഡുകളിൽ
ശൂരനാട് ഒരു ഭാഗ്യമില്ലാതെ പോയി അല്ലേ? ഒറ്റ വാർഡ് കൊണ്ട് പോയി. BJPക്ക് അവിടെ ഒന്നും കിട്ടിയിട്ടില്ല. നഗരസഭ 3 നഗരസഭയാണ് കൊല്ലത്തുള്ളത്. ആ 3 നഗരസഭയിൽ 2 നഗരസഭ LDF പിടിച്ചെടുത്തു, 1 നഗരസഭ UDFന്. ജില്ലാ പഞ്ചായത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ആധിപത്യം LDF അവിടെ സാധിച്ചു. 18 സീറ്റ് LDFന്, 8 സീറ്റ് UDFന്. ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തും സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് നല്ലൊരു. അതുപോലെ ഗ്രാമപഞ്ചായത്ത്. പൊതുവെ തിരുവനന്തപുരത്തിന് വ്യത്യസ്തമായിട്ട് കൊല്ലത്ത് ഇടതുപക്ഷം മികച്ച ഒരു പ്രകടനമാണ് 2010 കാഴ്ചവെച്ചത്. ശൂരനാണ്. ഇതാണ് 2010 ചിത്രം. ഈ 2010 ആവർത്തിക്കുമെന്നാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അതിന് കാരണമുണ്ട്. അതിനർത്ഥം കൊല്ലത്ത് ഭൂരിപക്ഷവും LDF ആണോ? RSP ഫാക്ട് അല്ല, അവിടെ ഒരു RSP ഫാക്ട് മാത്രമല്ല. RSP ഫാക്ട് ഇറ്റ് ഇസ് ദെയർ. ഈ പറഞ്ഞില്ലേ കോർപ്പറേഷന്റെ സ്ഥിതിയിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഭരിക്കാമായിരുന്നു. അന്നേ RSP ഇല്ലാതെ തന്നെ അവിടെ PDP ഉണ്ടായിരുന്നു. PDPയുടെ 2 സ്വതന്ത്രന്മാർ തിരിച്ച് നമുക്ക് കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ അവരെപ്പോഴും തയ്യാറായിരുന്നു. നമ്മൾ പറഞ്ഞു ആ ബന്ധം അല്ല ഇത് കാണിച്ചിട്ടില്ല. അതൊക്കെ കോൺഗ്രസിനോട് കൂട്ടി ഞങ്ങൾ ഇല്ല, എന്നിട്ട് ഞങ്ങൾ ഇല്ല. ഇതൊക്കെ അങ്ങനെ സംഭവിക്കും. RSP മാറിയപ്പോ ആരുടെ മധ്യസ്ഥയിലാണ് ഇപ്പൊ ഭരിക്കുന്നത്? CPM. RSP മാറിയത് കൊണ്ടാണല്ലോ അങ്ങനെ സംഭവിച്ചത്. മാറിയില്ലായിരുന്നെങ്കിൽ അത് LDFന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നല്ലോ. PDPയുടെ മെമ്പർഷിപ്പ് അവിടെ കാണുന്നില്ല. ഓക്കെ, താങ്കൾ പറഞ്ഞു വരുന്നത് RSP മാറിയത് കൊണ്ട് തന്നെ കൊല്ലം നഗരസഭ, കൊല്ലം കോർപ്പറേഷൻ UDFന്. അത് മാത്രമല്ല 2005 നിന്ന് 2010 മാറ്റത്തെ പറ്റി ബ്രിട്ടാസ് നല്ല അതിമനോഹരമായി ഇതിൻ്റെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞു. 2005 DICയുടെ ഒരു വരവ് കോൺഗ്രസിനകത്തൊരു വലിയൊരു വിഭാഗം മനം മടുത്ത് വോട്ട് ചെയ്യാൻ പോകാതിരുന്ന ഒരു കാലഘട്ടം. അതാ നമ്മുടെ ആ പോളിംഗ് ശതമാനത്തിൽ കാണാം, 60%. അതേസമയത്ത് 2005 നിന്ന് 60% 2010 താങ്കൾ ഉദ്ദേശിക്കുന്ന പോളിംഗ് പെർസെന്റേജ് വർദ്ധിച്ചാൽ അത് UDFന് അനുകൂലമാണെന്നാണ്? തീർച്ചയായിട്ടും വർദ്ധിച്ചാൽ അതൊരു ജനറലൈസേഷൻ അല്ല. കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം വർദ്ധിച്ചപ്പോഴൊക്കെ കൊല്ലത്ത് കോൺഗ്രസ് അനുകൂലമായിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് പോകുന്നൊരു ജില്ലയല്ലേ? അല്ല, ഉണ്ടായിരിക്കും, പോയിക്കും. ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. അപ്പോൾ ഈ പ്രാവശ്യം കൊല്ലം കോർപ്പറേഷൻ നല്ല ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് പാർട്ടിയും. ഓക്കെ, അടുത്തത് ജില്ലാ പഞ്ചായത്ത്. എന്തായാലും മോഹം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവും. ജില്ലാ പഞ്ചായത്തിൽ ഏറ്റവും ഒന്നാന്തരം കാൻഡിഡേറ്റ്സിനെ നമുക്ക് ഇപ്രാവശ്യം നിർത്താൻ പറ്റി. കാരണം കഴിഞ്ഞ 5 വർഷക്കാലത്തെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനം കൊല്ലത്ത് തികഞ്ഞ പരാജയമായിരുന്നു. ആ പരാജയം മാറ്റിയെടുക്കാൻ. പക്ഷേ ഈ പറഞ്ഞ ഈ കൊല്ലം കോർപ്പറേഷനിലും UDFന് കുറച്ച് വിമതന്മാരുണ്ട്. ആന്റണി രാജു 5 മണ്ഡലങ്ങളിൽ. പക്ഷേ അല്ല, ഞാൻ പറയട്ടെ, മുസ്ലിം ലീഗ് ഒറ്റയ്ക്കൊക്കെ മത്സരിക്കുന്ന ആദ്യത്തെ വാർത്തയായിരുന്നു. ആ വാർത്തയൊക്കെ മാറ്റി ഞങ്ങൾ അവരെ പൂർണ്ണമായി സംതൃപ്തരാക്കി. മാറ്റമില്ല. ഞങ്ങളുടെ കണക്ക് പ്രകാരം വേണമെങ്കിൽ ഞങ്ങൾ കണക്ക് തരാം. 8 വാർഡുകളിൽ അജിത്തെ 8 വാർഡുകളിൽ, അതായത് 8 വാർഡുകളിൽ UDFന് വിമതശല്യമുണ്ട്. ശൂരനാട് എന്തുകൊണ്ട് ഒരു 3 തള്ളിയെന്ന് എനിക്ക് മനസ്സിലായില്ല.